കോഴിക്കോട് സൗത്തിലെ സാധ്യതകളും കണക്കുകളും നമ്മൾ പരിശോധിച്ചു. ഇനി സ്ഥാനാർത്ഥി ചിത്രത്തിലേക്കാണ്. ഇതുവരെ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി ഏറെക്കുറെ ഒരു സാധ്യത തെളിഞ്ഞ മണ്ഡലം കൂടിയാണ് കോഴിക്കോട് സൗത്ത്. അവിടെ LDFന്റെ സ്ഥാനാർത്ഥിക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. സാജുദേ എൻ്റെ സൈഡിൽ ഉയർന്നു നിൽക്കുന്നു അഹമ്മദ് ദേവർകോവിൽ. ഈ പിണറായി മന്ത്രിസഭയിലെ നേരത്തെ സാജു പറഞ്ഞ പോലെ പാതി മന്ത്രിയായിരുന്നു. ഒപ്പം INL വേണ്ടി ആ സീറ്റ് തിരിച്ചു പിടിച്ച ആളാണ്. മാറ്റമുണ്ടാകുമോ? ഇല്ല, അഹമ്മദ് ദേവർകോവിലിന്റെ കാര്യത്തിൽ മാറ്റമുണ്ടാവില്ല. കാരണം INL-നായി ആ മണ്ഡലം പിടിച്ചെടുത്ത അഹമ്മദ് ദേവർകോവിലിനെ ഒരു തവണ കൂടി LDF അവിടെ നിയോഗിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ മണ്ഡലത്തിലെ എല്ലാ പരിപാടികളിലും നിറഞ്ഞ സാന്നിധ്യമായി അഹമ്മദ് ദേവർകോവിലുണ്ട്. അത് മന്ത്രിയായിരുന്ന ഘട്ടത്തിലും അതിനുശേഷവുമൊക്കെ കൂടുതൽ താൻ ജയിച്ചു വന്നതിനേക്കാൾ കൂടുതൽ ശക്തനായി മാറിയിട്ടുണ്ട് അഹമ്മദ് ദേവർകോവിൽ. അതിനാൽ തന്നെ ഈ നേരത്തെ CPM-ൽ ഈ സീറ്റ് ഏറ്റെടുക്കണം എന്ന അടക്കമുള്ള ആലോചനകൾ പല ഘട്ടങ്ങളിലായി കേട്ടിട്ടുള്ളതാണ്. പക്ഷേ CPM മത്സരിച്ചപ്പോൾ ജയിക്കാൻ കഴിയാതെ പോയ മണ്ഡലമാണ് കോഴിക്കോട് 2. 2011-ൽ മുസഫർ അഹമ്മദ് CPM കാൻഡിഡേറ്റായി മത്സരിച്ചു. അന്ന് വെക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു CPM-നെ സംബന്ധിച്ചപ്പോൾ മുസാഫർ. പക്ഷേ അദ്ദേഹത്തിന് ചെറിയ വോട്ടിനാണെങ്കിലും ജയിച്ച് കയറാൻ കഴിഞ്ഞില്ല എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന് അനുകൂലമായ വലിയൊരു തരംഗം സംസ്ഥാനത്തുണ്ടായിരുന്നു. അതും അഹമ്മദ് ദേവർകോവിലിനെ തുണച്ചു എന്നുള്ളത് വസ്തുത. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ തന്നെ പരീക്ഷിക്കാനായിരിക്കും ഇപ്പോൾ LDF നേതൃത്വം ആലോചിക്കുക. മറിച്ചൊരു ചിന്തയുള്ളതായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് മറ്റൊരു കാര്യം പരിശോധിക്കേണ്ടത്. സാജു, മണ്ഡലം തിരിച്ചു പിടിക്കാൻ സാക്ഷാൽ MK മുനീർ തന്നെ ഇറങ്ങട്ടെ എന്നൊരു ആലോചന ഇപ്പോൾ UDF-ലും ലീഗിലുമുണ്ട്. മുനീർ കൊടുവള്ളിയിൽ നിന്നും സൗത്തിലേക്ക് തിരിച്ചെത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ തിരിച്ചെത്താനുള്ള ഒരു ഹെൽത്ത് അദ്ദേഹത്തിനുണ്ടോ എന്ന ചോദ്യം കൂടി ഞാൻ മുനീറിനും മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മുനീർ കൊടുവള്ളി വിട്ട് പഴയ തട്ടകത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മുസ്ലിം ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം മുനീറിന് അതിനുള്ള ആരോഗ്യമുണ്ടോ? അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ, അതിന് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മാസത്തോളം ഓടി നടത്തേണ്ട ഹെവി ഫൈറ്റ് ആണ്. ആ സമയത്ത് അദ്ദേഹത്തിന് അതിനുള്ള ആരോഗ്യം ഒക്കെ കണക്കിലെടുത്ത് മാത്രമേ പാർട്ടിക്ക് ലീഗ് നേതൃത്വത്തിന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. മുനീർ ഇല്ലെങ്കിൽ ആര് എന്നതാണ് ചില ചോദ്യങ്ങൾ. അവിടെയും മുസ്ലിം ലീഗ് നേതൃത്വം ആരെ പരീക്ഷിക്കും? മുനീർ ഉണ്ടെങ്കിൽ മുനീറാണ് അവർക്ക് ഏറ്റവും ഉറപ്പുള്ള സ്ഥാനാർത്ഥി സൗത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പക്ഷേ മുതിർന്ന നേതാവ് തന്നെ മത്സരിക്കണമെന്നായിരിക്കും ആലോചിക്കുന്നെങ്കിൽ സൈഫുദ്ദീൻ ആർക്കായിരിക്കും ഒരു ചാൻസ് ഉണ്ടാവാൻ സാധ്യത? നിശ്ചയമായും ഇപ്പോൾ മുനീർ മാറി നിൽക്കട്ടെ എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനമെടുക്കുകയാണെങ്കിൽ, മുനീറിന് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ വരട്ടെ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ KM ഷാജിക്ക് ഒരു സാധ്യത ഞാൻ അവിടെ കാണുന്നുണ്ട്. പക്ഷേ KM ഷാജിക്ക് മറ്റ് ചില മോഹങ്ങൾ ഉള്ളതുകൊണ്ട് നേരത്തെ അവിടെ MLA ആയിരുന്ന ഒരാളിലേക്ക് പോകാനും സാധ്യത. അത് PMA സലാമാണ് അല്ലേ? കാരണം അദ്ദേഹം പക്ഷേ ലീഗിന്റെ MLA ആയിരുന്നില്ല. അന്ന് LDF-നായി മണ്ഡലം അദ്ദേഹം പിടിക്കുമ്പോൾ അദ്ദേഹം INL-ന്റെ നേതാവായിരുന്നു എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് കളം അറിയാം. ഈ കളം അറിയാം. ഈ കളത്തിൽ നിന്ന് ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ ജയിച്ചു വന്നിട്ടുള്ള ആളാണ് PMA സലാം എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പേരിലേക്ക് എത്താം. പക്ഷേ ഇനി അത് പരിഗണിക്കുന്നില്ല. യുവത്വത്തിലേക്ക് പോകാനാണ് നേതൃത്വം തീരുമാനിക്കുന്നതെങ്കിൽ ആ പട്ടികയിൽ ഒന്നിലധികം പേരുകൾ കടന്നു വരും. താല്പര്യമില്ലെങ്കിൽ പോലും ഒരുപക്ഷെ PK ഫിറോസിനെ പരിഗണിച്ചേക്കാം. അതുപോലെ തന്നെ ഫാത്തിമ തഹ്ലിയയും TP ജിഷാനും അടക്കമുള്ള പേരുകൾ. കാരണം അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുകയും വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുകയും വലിയ ഭൂരിപക്ഷത്തിനൊക്കെ ജയിക്കുകയും ചെയ്തവരാണ്. അവരെയൊക്കെ പരിഗണിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴും വിശ്വസിക്കുന്നത് കോർപ്പറേഷനിലേക്ക് ജയിച്ചവർക്കപ്പുറത്തേക്ക് ഒരു മുതിർന്ന നേതാവിനെ പരീക്ഷിക്കാനായിരിക്കും ലീഗ് ആലോചിക്കുക. മുനീറിന്റെ മനസ്സ് പൂർണ്ണമായും അറിഞ്ഞതിന് ശേഷം ആയിരിക്കും ലീഗ് അതിനകത്ത് തീരുമാനം എടുക്കുക അല്ലേ? തീർച്ചയായും മുനീറിന്റെ യെസ് ഓർ നോ ആയിരിക്കും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് ഉള്ളതാണ്. മുനീറെങ്കിൽ മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ലീഗിന് ചിന്തിക്കാനില്ല സൗത്തിൽ എന്നുള്ളതുമാണ്. അല്ല, മുനീറിന്റെ മനസ്സറിയാന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിടത്തോളം മുനീറിന് താല്പര്യമുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ ഹെൽത്ത് അദ്ദേഹത്തിന് ഫിറ്റ് അല്ല എന്നൊരു പക്ഷേ കുടുംബത്തിനും പാർട്ടിക്കും ഒക്കെ തോന്നുകയാണെങ്കിൽ അദ്ദേഹമായിട്ട് പാർട്ടി സംസാരിച്ച് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയണം. അപ്പോൾ മുനീറിന്റെ മനസ്സെന്തായിരിക്കും എന്നത് കൂടിയാണ് പ്രശ്നം. അതെ, മുനീറിനെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ മറ്റൊരു സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ അതായിരിക്കും LDF-ന്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധം. CH-ന്റെ മകനെ തഴഞ്ഞു എന്നതടക്കമുള്ളതായിരിക്കും ആ പ്രചരണ രംഗത്തേക്ക് ആ ഘട്ടത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട്
മുനീർ തന്നെ മാറി നിൽക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാൾ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കോഴിക്കോട് സൗത്തിൽ. ഇപ്പോൾ അദ്ദേഹം വളരെ വീക്കായ ഒരു ഹെൽത്തോട് കൂടി ഇലക്ഷനിൽ നിൽക്കാതിരിക്കുകയാണ് നല്ലത് എന്നൊരു പൊതുവികാരം ലീഗിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഉണ്ട്, ലീഗിനകത്തുമുണ്ട്. അത് ആര് അദ്ദേഹത്തോട് പറയും എന്ന കാര്യത്തിലായിരിക്കും ഒരു സംശയമുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കോഴിക്കോട് സൗത്ത് പോകുന്നു. കൊടുവള്ളിയിലേക്ക് ചേക്കേറിയിരുന്ന ഡോക്ടർ എം കെ മുനീർ തൻ്റെ പഴയ തട്ടകത്തിലേക്ക് തിരിച്ചെത്തിയാൽ ഒരു ഹെവി ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ ഒരു ഹെവി ഫൈറ്റിന് മാത്രമുള്ള ആരോഗ്യം ഇപ്പോൾ എം കെ മുനീറിന് ഉണ്ടോ എന്ന ചോദ്യം അവിടെ ബാക്കിയാകുന്നു. അങ്ങനെ മുനീർ ഇല്ലെങ്കിൽ മുനീറിന് വിശ്വസ്തനായ ഒരാളെ മുനീർ തന്നെ സജസ്റ്റ് ചെയ്യുമോ? അങ്ങനെയെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ PM സലാം ആയിരിക്കുമോ, KM ഷാജി ആയിരിക്കുമോ, PK ഫിറോസ് ആയിരിക്കുമോ എന്ന ചർച്ചകളൊക്കെ ലീഗിനകത്ത് നടന്നുകൊണ്ടിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോഴിക്കോട് സൗത്ത് സാക്ഷിയാകാൻ പോകുന്നത് ടൈറ്റ് ആൻഡ് ഹെവി ഫൈറ്റിന് തന്നെയാണ്. റിസൾട്ട് വന്നാൽ മാത്രമേ കോഴിക്കോട് സൗത്തിൻ്റെ ചിത്രത്തെക്കുറിച്ച് നമുക്കൊരു പൂർണ്ണമായ സ്ഥിതിയിലേക്ക് വരാൻ കഴിയുകയുള്ളൂ.